നമസ്കാരം. ഇന്ത്യക്കാർക്ക് തന്നോട് എപ്പോഴും ഭ്രാന്തമായ സ്നേഹമാണ് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെടുന്നത്. ആഗോളതലത്തിൽ എല്ലാവരും ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യ മാത്രമാണ് കൂടെ നിന്നത്. തനിക്കുള്ള ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഇന്ത്യയിൽ നിന്നാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യക്കാർക്ക് ഭ്രാന്തമായ സ്നേഹമാണ് എന്നുകൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ചില ആളുകളൊക്കെ ആ വാർത്തക്കടിയിൽ ചില കമന്റുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കമന്റുകൾ ഒരു പരിധിവരെ ഒക്കെ സത്യമാണ്. പക്ഷെ ആളുകൾ ആ വാർത്ത ഒരു കമന്റ് ഇടുന്നതിന് വേണ്ടിയുള്ള വാർത്ത എന്ന രീതിയിൽ മാത്രമേ അതിനെ കണ്ടിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലരൊക്കെ കമന്റ് ഇട്ട് ചിരിച്ച് പരിപാടി അവസാനിപ്പിച്ച് അങ്ങോട്ട് പോവുകയാണ്. കമന്റുകൾ ശ്രദ്ധേയമാണ്, അത് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇവിടുത്തെ ചില ആളുകൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ടാകും, ബെഞ്ചമിൻ നെതന്യാഹുവിനോട് സ്നേഹമുണ്ടാകും, അത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന കമന്റുകളുണ്ട്. അതായത് ഈ ഗർഭത്തിലുള്ള കുട്ടിയെ പോലും കൊന്നുകളയുന്ന ചില ആളുകളുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ തിരഞ്ഞു പിടിച്ചു കൊല്ലുന്ന ആളുകൾ, തലയിൽ തൊപ്പി വെച്ചു, അല്ലെങ്കിൽ ഹിജാബ് ധരിച്ചു, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചു, ഇതിന്റെ പേരിലൊക്കെ കൊലപാതകങ്ങൾ നടത്തുന്ന ആളുകൾ. അതുപോലെ തന്നെ ചില ആളുകൾ ഇവർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് നിന്ന് മുസ്ലിങ്ങളെ ആട്ടി ഓടിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള ചില കൊലപാതകങ്ങൾ, കൃത്യമായി ഭരണകൂടത്തിന്റെ അറിവോടുകൂടെ, നിയമം നടപ്പിലാക്കേണ്ട ചില ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടെ ചില കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. അത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആളുകളെ കൊല്ലുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടെത്തുന്ന ചില ആളുകൾക്ക് നിങ്ങളോട് ഭ്രാന്തമായിട്ടുള്ള സ്നേഹമൊക്കെ ഉണ്ടാകാം. അതില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അതിലപ്പുറം നിങ്ങളെ ആരും ഇഷ്ടപ്പെടുന്നില്ല, ആരും നിങ്ങളെ ഇഷ്ടപ്പെടില്ല എന്നുള്ള കമന്റുകളുണ്ട്. പക്ഷെ ആ കമന്റുകൾ അങ്ങനെ ഇട്ട് പരിപാടി അങ്ങ് അവസാനിപ്പിച്ചു പോവുകയാണ്. യഥാർത്ഥത്തിൽ ചില കാര്യങ്ങൾ ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട്. ഗസ വംശഹത്യയുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ച രാജ്യങ്ങൾ എന്ന് പറയുന്നത് 4-5 രാജ്യങ്ങളാണ്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടിയിട്ടുള്ളത് അമേരിക്കയുടെ ഭാഗത്തു നിന്നാണ്. രണ്ടാമത് ആരാണ് പിന്തുണച്ചത് എന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യമാണ്, ഇന്ത്യയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് അതിന്റെ ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. നമ്മൾ ഈ രാജ്യത്തിരുന്ന് ഇസ്രായേലിനെ വിമർശിക്കുന്നുണ്ട്, ഇസ്രായേലിനെ സഹായിക്കുന്ന അമേരിക്കയെ വിമർശിക്കുന്നുണ്ട്. എന്നാൽ അമേരിക്ക കഴിഞ്ഞാൽ നമ്മൾ വിമർശിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളെയാണ്. നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളാണ് ഒരിക്കലും നമുക്കൊന്നും താല്പര്യമില്ലാത്ത ഒരു വിഭാഗത്തെ സംരക്ഷിക്കുന്നത്, അവരെ പിന്തുണക്കുന്നത്, അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും കൊടുക്കുന്നത്. ഗസ വംശഹത്യയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സ്ഫോടക വസ്തുക്കൾ യുദ്ധസമയത്ത് ഇസ്രായേലിന് വിതരണം ചെയ്ത ഒരു രാജ്യമാണ് ഇന്ത്യ. ഇത് എത്ര പേർക്ക് അറിയാം എന്നറിയില്ല. എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ഇപ്പോൾ അക്കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് നിന്നാണ് തനിക്ക് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത്, തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണക്കുന്നത് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അവകാശവാദം ഒരു പരിധിവരെ ശരിയായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രിയോടും അതുപോലെ തന്നെ പിന്തുണക്കുന്ന ആളുകളോടും ഒക്കെ പറയാനുള്ളത്, എന്തായാലും നിങ്ങളെ പിന്തുണക്കുന്ന ആ കൂട്ടത്തിൽ ഞാനില്ല. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നിങ്ങളെ പിന്തുണക്കരുത് എന്ന അഭിപ്രായമുള്ള ആളുകളുണ്ട്. ചിലരൊക്കെ അധികാരം കിട്ടിയപ്പോൾ വന്ന വഴിയൊക്കെ മറന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെടിക്കോപ്പുകളും അതുപോലെ തന്നെ പിന്തുണയും ഒക്കെ തരുന്നുണ്ടാകും. പക്ഷേ അതിലില്ലാത്ത, പിന്തുണക്കാത്ത, ആ പിന്തുണയെ ശക്തമായി എതിർക്കുന്ന വലിയ ഒരു വിഭാഗം ഈ രാജ്യത്തുണ്ട് എന്ന കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പിന്തുണക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീഡിയോസും അതുപോലെ തന്നെ അയാളുടെ പോസ്റ്റുകളുമൊക്കെ ഇവിടെ പരമാവധി ഷെയർ ചെയ്യുന്ന സമൂഹ മാധ്യമങ്ങളിൽ അത് ഷെയർ ചെയ്ത് ബെഞ്ചമിൻ നെതന്യാഹുവിന് പിന്തുണ കൊടുക്കുന്ന ചില ആളുകളുണ്ട്. അവരും അതൊക്കെ മനസ്സിലാക്കിയാൽ നല്ലതാണ്. എന്തായാലും ഭീകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നമ്മുടെ രാജ്യം പിഞ്ചുമക്കളെ പോലും കൊന്നുകളയുന്നതിനു വേണ്ടി വലിയ രീതിയിലുള്ള പിന്തുണയും സഹായവും ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും അത് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അവകാശവാദം. ഇത് വളരെ ഭീകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.